ആശാവർക്കർമാരുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം 60-ാം ദിനം പിന്നിടുമ്പോഴും സമരക്കാർ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങളിൽ സർക്കാർ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതോടൊപ്പം വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്നതും ദീർഘനാളായുള്ള ആവശ്യമാണ്. 7-ന് ആവശ്യങ്ങളുമായി നിരാഹാര സമരം തുടങ്ങിയിട്ട് 2.5 ആഴ്ചയും പിന്നിടുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 3 ആശമാർ മാറി മാറി നിരാഹാരമിരിക്കുന്നുണ്ട്. സമരത്തിന്റെ അടുത്ത ഘട്ടമായി ശനിയാഴ്ച സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ സംഘടിപ്പിച്ചുകൊണ്ട് സ്ത്രീശക്തി വിളിച്ചോതുന്ന മഹാപൗരസാഗരം സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആശാവർക്കർമാർ. അതേസമയം സമരത്തിലുള്ള ആശമാരെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ സമ്മർദ്ദം ശക്തമാക്കി. തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ ആശമാരെ നേരിട്ട് വിളിച്ചാണ് ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെടുന്നത്. ആശാ സമരം തീരാതിരിക്കാൻ കാരണം സമരക്കാർ തന്നെയാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. LDF സർക്കാർ 6,000 രൂപയാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചത്. 13,000 രൂപയിൽ 10,000 രൂപയും സംസ്ഥാനമാണ് നൽകുന്നത്. ഇത്രയും നൽകുന്ന സർക്കാരിനെതിരെയാണോ അതോ കേന്ദ്രത്തിനെതിരെയാണോ സമരം ചെയ്യേണ്ടതെന്ന് ആശമാർ ആലോചിക്കണമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ആശമാരിൽ 95% സമരത്തിലില്ല. എന്നിട്ടും അവരെ അവഗണിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 5 തവണ സർക്കാർ ചർച്ച നടത്തി. തൊഴിൽ മന്ത്രിയും ചർച്ച നടത്തി. സർക്കാർ നടപ്പാക്കാൻ പറ്റുന്ന പലതും ഇതിനകം നടപ്പിലാക്കി കഴിഞ്ഞു. എല്ലാം ചെയ്തു. എന്നിട്ടും 21,000 രൂപ എന്ന നിലപാടിൽ നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കാര്യങ്ങൾ വസ്തുതാപരമായി മനസ്സിലാക്കാതെയാണെന്നാണ് ആശമാരുടെ മറുപടി. കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചർച്ച നടന്നെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. സർക്കാർ എന്ന നിലയിൽ എല്ലാം ചെയ്തെന്നും ഇനി വിട്ടുവീഴ്ചയില്ലെന്നുമായിരുന്നു തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. അതിനിടെ സമരത്തിന്റെ മുന്നോട്ടുള്ള ഗതി ഉൾപ്പെടെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ വൈകാതെ സർക്കാർ തലത്തിൽ പുതിയ ചർച്ച നടത്തി പരിഹാരം കാണാനാകുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.